ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് കണ്ടോ, ശിവക്ഷേത്രങ്ങളുമായി, അതുപോലെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ മകമഹോത്സവത്തിൽ സനാതന ധർമ്മത്തിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അനവധി നിരവധി ദേവീ ദേവതാ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് സനാതന ധർമ്മത്തിൽ പറയുന്നു. ബ്രഹ്മകുമാരീസിൽ സനാതന ധർമ്മത്തെ പറ്റി പറയുന്നു. ഇതൊന്നും അറിയാത്തവർക്ക് സനാതന ധർമ്മത്തെ പറ്റി പറയുന്നു. എന്താണ് സനാതനം? ചിന്തിക്കേണ്ട വിഷയമാണ്. ശിവക്ഷേത്രങ്ങൾ എന്താണ്, ദേവീദേവതാ ക്ഷേത്രങ്ങൾ എന്താണ്, മറ്റു ക്ഷേത്രങ്ങൾ എന്താണ്? ഇനി ഇതൊന്നുമില്ലാതെ, ക്ഷേത്രങ്ങളൊന്നുമില്ലാതെ സാധാരണ കളം വരച്ചുകൊണ്ട് അവിടെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം വ്യത്യസ്തമായ രീതിയിലുള്ള വിഭാഗത്തിലുള്ള ആളുകൾ, അത് എന്താ പറയുക, കാട്ടുജാതിക്കാരായാലും ശരി, നാട്ടുജാതിക്കാരായാലും ശരി, പല രീതിയിലുള്ള. അപ്പം ഇവർക്കൊക്കെ എന്താ വേണ്ടത്? ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹം എവിടുന്നേ കിട്ടൂ? അത് അവനവൻ്റെ ഉള്ളിൽ ആദ്യം ക്ലിയർ ആക്കിയിട്ട്, അവനവൻ്റെ പാത്രം ക്ലിയർ ആക്കിയിട്ടാൽ മാത്രമേ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, സിംഹത്തിൻ്റെ പാല്, സിംഹിണിയുടെ പാല് സ്വർണ്ണപാത്രത്തിലിരിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു മെയിൻ അർത്ഥം വരുന്നെന്താ വെച്ചാൽ, പാല് വേഗം കേടുവരും, പിരിയുന്നറിയില്ലേ. സിംഹത്തിൻ്റെ പാൽ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലിട്ടിട്ട് പരീക്ഷിച്ചിട്ട് എനിക്കൊന്ന് കമൻ്റ് ആയി.